ചെറുപ്പകാലത്ത് ചവറ് പെറുക്കുന്ന ഒരു ജോലി സിദ്ദിഖിനുണ്ടായിരുന്നു. പൊട്ടക്കന്നാസ് എന്ന ഒരു ഇരട്ട പേരോടെയാണ് സിദ്ദിഖ് ചെറുപ്പകാലത്ത് അറിയപ്പെട്ടിരുന്നത്. നിഷ്കളങ്കമായ നർമ്മത്തിന്റെ പുറമൂടികൾക്കുള്ളിൽ വിരഹത്തിന്റെ കനലരിയിച്ച പച്ചയായ മനുഷ്യജീവിതങ്ങളുടെ പ്രവാഹമാണ് ഏതുകാലത്തും പ്രേക്ഷക മനസ്സുകളെ ഉലച്ചു പെയ്തിട്ടുള്ളത്. ആൾക്കൂട്ടങ്ങൾക്കിടയിൽ ആരും കാണാതെ പോയ കേവല ജന്മങ്ങളുടെ പരസ്പര സ്നേഹവും വിധി കരുതിവെച്ച കനത്ത ദുരന്തവും അത്രമേൽ സാന്ദ്രമായി ആവിഷ്കരിക്കപ്പെട്ട ഒരു ചിത്രം. പ്രണയത്തിന്റെ അതിലോല ഭാവങ്ങളും സൗഹൃദത്തിന്റെ ആഴവും നൊമ്പരത്തിന്റെ ഈണവും ഒരേ താളത്തിൽ അലിഞ്ഞു ചേർന്ന അവിസ്മരണീയ ദൃശ്യാനുഭവമായിരുന്നു കാബൂളിവാല. തട്ടിയെടുത്ത കുഞ്ഞിനെ മുന്നെയായി വളർത്തിയ അമീറിന്റെ പകയിൽ നിന്നാണ് കാബൂളിവാല തുടങ്ങുന്നത്. മലയാള ചലച്ചിത്ര ചരിത്രത്തിൽ ആദ്യമാകും കുഞ്ഞിക്കഥ പോലെ ഒരു വ്യൂഗിൾ കഥ നയിക്കുന്നത്. അമീർ സ്വന്തം മകനായി വളർത്തിയ മുന്നയ്ക്ക് തെരുവിൽ നിന്ന് കിട്ടിയ കന്നാസും കടലാസും കൂട്ടായതോടെ കാബൂളിവാല കൂടുതൽ ശക്തമാകാൻ തുടങ്ങി. ലൈലയോടുള്ള പ്രണയവും ആ വ്യൂഗിളിന്റെ സംഗീതവുമായിരുന്നു മുന്നയുടെ ലോകം. ആ വ്യൂഗിൾനാഥമാണ് പിന്നീട് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത തരത്തിൽ ചിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും സിനിമയെ ക്ലൈമാക്സിലെത്തിക്കുന്നതും. കാബൂളിവാല എന്ന ഈ ചിത്രത്തിന്റെ കഥാപാത്രങ്ങളുടെയും കഥയുടെയും രൂപീകരണം ആരംഭിക്കുന്നത് സംവിധായകൻ സിദ്ദിഖിന്റെ ജീവിതത്തിൽ നിന്നാണ്. വെക്കേഷൻ സമയത്ത് സുഹൃത്ത് സലാമിന്റെ പിതാവ് സ്ക്രാപ്പ് കോൺട്രാക്ട് എടുത്ത കമ്പനിയിൽ കാർബൺ വേസ്റ്റുകളും കടലാസുകളും വാരി ഫർണസിലിട്ട് കത്തിക്കുന്ന ജോലിക്ക് സിദ്ദിഖും പോകാറുണ്ടായിരുന്നു. ആ വേസ്റ്റുകൾ വാരിക്കൂട്ടുന്ന ജോലി ആയിരുന്നതുകൊണ്ട് തന്നെ അവിടെയുള്ള മറ്റു ജോലിക്കാർ ചവറുപെറുക്കുകൾ എന്ന രീതിയിലായിരുന്നു സിദ്ദിഖിനെയും സുഹൃത്തുക്കളെയും കണ്ടിരുന്നത്. പലപ്പോഴും മറ്റുള്ളവർ തങ്ങളെ അവഗണിക്കുന്നതായി അവർക്ക് തോന്നി. അതിനുശേഷമാണ് തെരുവിൽ ചാക്കുമായി ചവറ് ശേഖരിക്കുന്നവരുടെ ഒറ്റപ്പെടൽ സിദ്ദിഖിന് ബോധ്യപ്പെട്ടത്. മനസ്സിൽ ഒരു മുറിപ്പാടായി മായാതെ കിടക്കുന്ന സ്വന്തം ജീവിതത്തിലെ ആ ഒരു കാലഘട്ടത്തെ ഒരു കഥയാക്കാൻ സിദ്ദിഖും ലാലും തീരുമാനിച്ചു. സിദ്ദിഖും സുഹൃത്ത് അഷ്റഫുമായിരുന്നു അന്ന് വേസ്റ്റ് പെറുക്കുന്ന ജോലിക്കായി കമ്പനിയിൽ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് രണ്ട് കഥാപാത്രങ്ങൾ കഥയിലേക്ക് വരുന്നത്. ആ രണ്ട് കഥാപാത്രങ്ങളെയും അവർ തെരുവിന്റെ പശ്ചാത്തലത്തിലേക്ക് പറിച്ചു നട്ടു. കഥാപാത്ര രൂപീകരണമായെങ്കിലും വ്യക്തമായ പേരോ മറ്റു കഥാപാത്രങ്ങളോ അപ്പോഴും സൃഷ്ടിക്കപ്പെട്ടിരുന്നില്ല. അപ്പോഴാണ് ചെറുപ്പകാലത്ത് തന്നെ പൊട്ടക്കന്നാസ് എന്ന് മറ്റുള്ളവർ വിളിച്ചിരുന്നതായി സിദ്ദിഖ് ഓർക്കുന്നത്. കന്നാസ് എന്ന തന്റെ ഇരട്ടപ്പേര് ഒരു കഥാപാത്രത്തിന് കൊടുത്താലോ എന്ന് സിദ്ദിഖ് ലാലിനോട് ചോദിച്ചു. എങ്കിൽ മറ്റേയാൾക്ക് കടലാസ് എന്നും പേരിടാമെന്ന് ലാലും പറഞ്ഞു. കന്നാസും കടലാസും എന്ന രണ്ട് ശക്തമായ കഥാപാത്രങ്ങൾ ഉണ്ടായെങ്കിലും അപ്പോഴും മറ്റ് കഥാപാത്രങ്ങൾ ഉടലെടുത്തിരുന്നില്ല. പിന്നീട് ഭാവനയിൽ തീർത്തതായിരുന്നു സുകുമാരിയുടെയും കൽപ്പനയുടെയും ബിന്ദു പണിക്കരുടെയും കഥാപാത്രങ്ങൾ. ആദ്യം നാടോടികളുടെ പശ്ചാത്തലമാണ് സിനിമയിലേക്ക് കൊണ്ടുവരുവാൻ തീരുമാനിച്ചിരുന്നത്. നാടോടികൾ നിരവധി സിനിമയിൽ വന്നിട്ടുള്ളതിനാലാണ് ഒരു പ്രത്യേക സ്ഥലത്ത് തമ്പടിക്കുന്ന സർക്കസുകാരായാലോ എന്ന ചിന്തയിലേക്ക് അവർ എത്തിച്ചേരുന്നത്. അങ്ങനെ ലൈലയും മുന്നയുമൊക്കെ കഥാപാത്രങ്ങളായി എത്തി. യാദൃശ്ചികമായി ഉടലെടുത്ത ബന്ധങ്ങളിലെ നൊമ്പരങ്ങളെ ക്രോഡീകരിച്ചാണ് സിദ്ദിഖ് ലാൽ കാബൂളിവാല പൂർത്തിയാക്കിയത്. വിയറ്റ്നാം കോളനിക്ക് ശേഷം ഒരു കൊച്ചു സിനിമ എന്ന സ്വപ്നത്തിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടാകുന്നത് തന്നെ. നായകനും നായികയുമായി പുതുമുഖങ്ങളെയാണ് ആദ്യം ആലോചിച്ചിരുന്നത്. കിട്ടാതായപ്പോഴാണ് വിനീതിലേക്കും ചാർമളിയിലേക്കും എത്തിച്ചേരുന്നത്. സിദ്ദിഖിന്റെ ഇളയച്ചനായിരുന്നു ഈ ചിത്രത്തിന്റെ നിർമ്മാതാവ്. സ്വന്തമായി ഒന്നുമില്ലാതിരുന്നിട്ടും മുന്നയുടെ സന്തോഷത്തിനു വേണ്ടി സർവ്വതും നൽകിയ രണ്ട് പാവം മനുഷ്യർ. മുന്നയുടെ പ്രണയം സഫലമായ സന്തോഷത്തിൽ തങ്ങളൊരു ഭാരമാകരുതെന്ന് കരുതി തെരുവിലേക്ക് തന്നെ തിരിച്ചു നടക്കുന്ന കന്നാസും കടലാസും നമ്മുടെ ഉള്ളിലെ മായാത്ത ഒരു നൊമ്പരമാണ്. ആ നിഷ്കളങ്കമായ ത്യാഗത്തിന്റെയും ആത്മബന്ധത്തിന്റെയും രേഖപ്പെടുത്തലായിരുന്നു ഈ ചിത്രം. സിദ്ദിഖ് ലാലിന്റെ 147 മിനിറ്റുകളുള്ള അതിമനോഹര ദൃശ്യകാവ്യം കാബൂളിവാല.